സഹൃദയരെ കലാസ്നേഹികളെ, റോസ്റ്റ് അല്ല റിവ്യൂ ആൻഡ് റാൻഡ് എന്നായിരിക്കും കണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചാൽ മതി, വേറൊരു സാധനമല്ല റോസ്റ്റ് അല്ല ഇതിനകത്തുള്ളത്. ആദിപുരുഷൻ നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടു കാണുമല്ലോ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ആദിപുരുഷല്ല സോറി, രാമായണം. ആദിപുരുഷ് മനസ്സിൽ നിന്ന് പോകണില്ല കേസ്. എനിക്ക് രാമായണം എന്ന് പറയുമ്പോൾ ഞാൻ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് അനുഭവിച്ച ആ ഓർമ്മയാണ് മനസ്സിൽ വരുന്നത്. രാമായണം ട്രെയിലർ കണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത്. എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് ആക്ച്വലി സായി പല്ലവിയാണ്. സായി പല്ലവി സീതയായിട്ട് ഒട്ടും ആപ്റ്റില്ല എന്ന് പറഞ്ഞിട്ട് ട്രോളും ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതിനകത്ത് നേരിടുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരി 4000 കോടി ബജറ്റിനകത്ത് ഇറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബജറ്റുള്ള സിനിമയാണിത്. VFX അത്രയും ഉണ്ട് ഇതിനകത്ത്. ഓഫ്കോഴ്സ് VFXും CGയും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗും പല ലാംഗ്വേജിലാണ്. വലിയ സിനിമയാണ്, വലിയ ബജറ്റാണ്, 2 പാർട്ടാണ്. സോ അത്രയും വലിയൊരു സിനിമയ്ക്കകത്ത് എന്താണ് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്? നമുക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ അത് എന്ത് കിട്ടി, എനിക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പടം ആക്ച്വലി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് ചർച്ച വന്ന ആരായിരിക്കും രാവണൻ. ഇവരിങ്ങനെ ഓരോ ഹിന്റും ഓരോ സാധനങ്ങളും ഇട്ടിട്ടാണ് പോയത്. അപ്പം എനിക്ക് ഇതിനകത്ത് പേഴ്സണലി യാഷ് രാവണനായിട്ട് വരുന്നപ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് ഓക്കെ വാവ് എന്ന് ഞാൻ ചിന്തിച്ചു. യാഷ് രാവൺ ആവുന്നുള്ള ഒറ്റ കാരണം യാഷിനെ രാവണനായിട്ട് യാഷിനെ എങ്ങനെ പോർട്രേ ചെയ്യുന്നുള്ളത് എനിക്ക് കാണുമായിരുന്നു. പിന്നെ അഫ്കോഴ്സ് ഞാൻ പേഴ്സണലി ഒരു രൺബീർ ഫാനോ, അല്ലെങ്കിൽ രൺബീർ നല്ലൊരു നടനാണ്, പക്ഷെ പുള്ളിക്ക് ചില സാധനങ്ങൾ ഇല്ലടേ. അത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ്. പുള്ളി നല്ല അമേസിങ് ആക്ടറൊക്കെയാണ്. ഇതിനകത്തൊരു പെർട്ടിക്കുലർ സീനുണ്ട്, ഞങ്ങൾക്കത് ഇപ്പൊ കാണാം. ഈ സീനകത്ത് ആക്ച്വലി പുള്ളി ദേഷ്യപ്പെടുന്ന, രാമൻ ദേഷ്യം ഭാവിക്കുന്ന ഒരു സാധനമാണ്. ആക്ച്വലി എനിക്ക് അത് ദേഷ്യമായിട്ട് തോന്നുന്നു. പുള്ളിക്കൊരു സ്ഥായി ഭാവമുണ്ട്. रावण तीनों लोगों का स्वामी है, तो तीनों लोगों के सामने उसका वध करूंगा। मैं अपनी सीता को वापस लाऊंगा। രാമൻ ആക്ച്വലി ഒരു ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു പേഴ്സണായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് അത് ഓക്കെ. പക്ഷേ പുള്ളി ദേഷ്യം കാണിക്കുന്ന ഒരു സീൻ എനിക്കത് ഇത്രയും സെറ്റായിട്ട് തോന്നിയില്ല. ആനിമൽ സിനിമയ്ക്കകത്തും പുള്ളിക്ക് ഈ ദേഷ്യം വരുമ്പോഴൊക്കെ ഈ ഒരു ഭാവം തന്നെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് അതാണ് തോന്നിയത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇത് വേറെ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. സോ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഇത്രയും VFXും ഇത്രയും സാധനം ചെയ്തിട്ടും CG ആണെന്ന് അറിയാൻ പറ്റുന്ന ഒരു സാധനം സ്റ്റിൽ ഇതിനകത്തുണ്ട്. അതായത് ഈ പറയുന്ന ട്രെയിലറിനകത്ത് കുംഭകർണനെ കാണിക്കുമ്പോൾ അത് പക്കാ CG തന്നെയാണെന്നുള്ളത് നമുക്കൊരു അതൊരു CG അല്ല, ഒരു AI ക്രിയേറ്റഡ് ആയിട്ടൊരു സാധനമായി ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് അടിച്ചത്. ഇത്രയും ബജറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് നെഗറ്റീവായിട്ട് പറയുന്നില്ല, എൻ്റെ അഭിപ്രായമാണ്. പേഴ്സണൽ ഒപ്പീനിയൻ പറയാമല്ലോ, പലർക്കും പല രീതിയിൽ തോന്നാം ഇത്രയും കിടിലൻ സാധനം. അഫ്കോഴ്സ് നമുക്ക് ഇതിനകത്ത് പല സാധനങ്ങളും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് ഇപ്പോൾ ജഡായു കാണിക്കുന്ന ഒരു സീനുണ്ട്, അത് സൂപ്പറാണ്. അതുപോലെ ഐരാവതനെ കാണിക്കുന്ന സീനുണ്ട്, അത് സൂപ്പറാണ്. VFX നല്ലതായിട്ടുള്ളതും VFX മോശമായിട്ടുള്ളൊരു സാധനമുണ്ട്. ബട്ട് ദർ ഈസ് നോ കോംപ്രമൈസ് ഇൻ ബജറ്റിനകത്ത് കോംപ്രമൈസ് ഇല്ലാത്ത ഈ ഒരു സാധനത്തിന് ട്രെയിലറിൽ പോലും ആ ഒരു സാധനമൊക്കെ നമുക്കത് ചെറിയ രീതിയിൽ ഒരുമാതിരി തോന്നെങ്കിൽ മേ ബി തിയേറ്ററിനകത്ത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് ഇതിനേക്കാളും വൃത്തിയായിട്ട് തോന്നില്ലേ. അങ്ങനെ ഒരു ഫീൽ എനിക്ക് അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത് പറയണത്. പ്രത്യേകിച്ച് ഈ കുംഭകർണനെ കംപ്ലീറ്റ്ലി CG ആക്കി വെച്ചേക്കണം. മേ ബി ഇതിൻ്റെ ഒരു വേറൊരു വേർഷൻ, അല്ലെങ്കിൽ കുംഭകർണൻ ഇങ്ങനെ ആവാതെ വലിയ കുംഭകർണനല്ല ചെറിയൊരു സാധനം കാണുന്നുണ്ടായിരിക്കാം. അതൊരു പാട്ടോടെ നിൽക്കട്ടെ. പിന്നെ ഈ ട്രെയിലറിനകത്ത് വേറെ ഒന്നും സാധനങ്ങളുണ്ട്. അതായത് ഈ പരിസരം കാണിച്ചിരിക്കുന്നത്, അതായത് എൻവയോൺമെന്റ് കാണിച്ചിട്ട് കാട്ടിനകത്ത് നിൽക്കുന്നതും ഇതൊക്കെ ഒരു AI ക്രിയേറ്റഡ്. ഇതിൽ രാവണൻ നടന്നു വന്നിട്ട് ആക്ച്വലി രാവണന്റെ ആൾക്കാരെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാധനം കാണിക്കും. അതൊക്കെ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് ഫീൽ ചെയ്ത് കുറച്ച് പ്രാക്ടിക്കൽ എഫക്ട്സ് ഇവർക്ക് യൂസ് ചെയ്തുകൂടായിരുന്നാണ് എനിക്ക് ഡൗട്ട്. ഇപ്പം നോളനൊക്കെ ഈ സിനിമയ്ക്കകത്ത് പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒഡീസിക്കകത്തൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്യാനുള്ള ബജറ്റും ടൈമും ഇവർക്കുണ്ട്. കാരണം 2 പാർട്ടായിട്ടാണ് പടം ഇറങ്ങുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ടും 2 പാർട്ടും ക്യാരക്ടറൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്, സാധ്യതകളും ഇതിനകത്തുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാതെ വന്നുവോ എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഇതിന് തിയേറ്റർ കാണുമ്പോഴേ ഇതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും ഈ പടത്തിന്, ഇത്രയും ബജറ്റുള്ള ഈ പടത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ VFX ഒക്കെ നമുക്ക് മോശമല്ലാതെ വന്നു എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ ക്രിറ്റിസിസം എടുക്കാൻ ഇവർ കംപ്ലീറ്റ്ലി തയ്യാറായ പറ്റും. ഹോളിവുഡ് സിനിമകളിൽ പോലും മേ ബി ഇത്രയും ബജറ്റ് ഇല്ലാത്ത എത്രയോ സിനിമകൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ഡ്യൂണൊക്കെ ഇതിൻ്റെ ഇത്രയും ബജറ്റ് ഒന്നും കേട്ടോ, 1500-1600 കോടിയൊക്കെ എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നു ഇതിൻ്റെ ബജറ്റൊക്കെ. ഇത് 4000 കോടി അടുപ്പിച്ച് ബജറ്റ് ഉണ്ടെങ്കിൽ ഇവർ VFXന് വേണ്ടി എത്ര രൂപ ചെലവാക്കി എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഒരു കാരണവശാലും ഇതിനകത്ത് അങ്ങനത്തെ കുറേ സാധനം ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഓഫ്കോഴ്സ് ഇതിനകത്ത് നല്ല സാധനങ്ങളുണ്ട്. ട്രെയിലർ കാണുമ്പോൾ തന്നെ അടിപൊളി സാധനങ്ങളുണ്ട്. ഒരു ബെഞ്ച് മാർക്കായിട്ട് തന്നെ VFXന്റെ പല സാധനങ്ങളും ഈ സിനിമയ്ക്കകത്ത് നമ്മൾ തിയേറ്റർ കാണുമ്പോൾ കിട്ടുകയും ചെയ്യും. സോ ഈ പടത്തിലെ തന്നെ മെയിൻ സാധനം രാമനാണ്. രാമായണത്തിലെ മെയിൻ കഥാപാത്രം. രാമനെ പറ്റി ഒരിടത്ത് ആരുമില്ല. രാമന് വേണ്ടി ഈ നാട്, രാമന് വേണ്ടി ഹേ റാം വിളിച്ചു കിടക്കുന്ന ജനതയുള്ള നാടാണിത്. രൺബീറിന് മേ ബി ഗോഡ് ലെവലിൽ പുള്ളീനെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ പൂജിക്കുന്ന രീതിയിൽ വരും ഈ പടത്തിനകത്ത് അത്രയും സെറ്റായി കഴിഞ്ഞാൽ. സോ മൈ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് രൺബീറിനെ രാമനെ ഇതിനകത്ത് കണ്ടിട്ട് സെറ്റായില്ല. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺലി. മെജോറിറ്റി ഓഫ് ആൾക്കാർ ആരും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് സെറ്റായില്ല. പുള്ളി നല്ല ആക്ട് ചെയ്യുന്ന ആളാണ്. സ്പെഷ്യലി എനിക്ക് പുള്ളിയുടെ ബർഫി, സഞ്ജു സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ രാമനായിട്ട് എനിക്ക് പുള്ളി പറഞ്ഞ ഒരു ദേഷ്യം കാണിക്കുന്ന ആ സാധനമൊക്കെ വന്നപ്പോഴത്തേക്കും മുഖത്ത് ഭാവമൊന്നുമില്ലടേ.
ഒരു ഇതില്ല, ഒരു ഫിയർ ഇല്ല. അതായത് സീതയെ തട്ടിക്കൊണ്ട് പോയിട്ട് ആ ഒരു സാധനം അല്ല. അതായത് അതിനകത്ത് ഡയലോഗ് പറയുമ്പോൾ ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി രാമനായിട്ട് പുള്ളി സെറ്റ് ആയില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഐ ആം നോട്ട് സേയിങ് ദാറ്റ് ഹി ബാഡ് ആക്ടർ ഓർ ഈ കാൺ പുൾ ദീസ് ഓഫ്. അത് പുള്ളിക്ക് പറ്റുമെന്ന് പുള്ളി തെളിച്ചാണ്. സംതിങ് ഈസ് റോങ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താണെന്ന് അറിയില്ല. മേ ബി ഇനി സിനിമ കാണുമ്പോൾ അതെനിക്ക് മാറുമായിരിക്കാം. കാസ്റ്റിങ്ങിനെ പറ്റിയാണ് പൊതുവെ ഇതിനകത്തൊരു നെഗറ്റീവ് വന്നേക്കുന്നത്. വിവേക് ഒബ്രോയുടെ ക്യാരക്ടറിനെ പറ്റിയും ഒരുപാട് ട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സായി പല്ലവിക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഒരു പ്രശ്നമില്ല വന്നേക്കുന്നത് യാഷ് മാത്രമാണ്. യാഷിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ് പുള്ളി. കാരണം KGF-നകത്ത് നമുക്കറിയാം പുള്ളിക്ക് എന്തൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു. പുള്ളി കൊണ്ട് നിർത്തിയാൽ തന്നെ ഭയങ്കര ഓറയും ഒരു സാധനം ഉണ്ട്. അത് രാവണന് ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു യാഷിനെ പറ്റി പൊതുവെ നെഗറ്റീവ് വരാനൊന്നും സാധ്യതയില്ല. ഇവരിപ്പോൾ ഹാൻസിമറിനെ കൊണ്ടുവന്നാലും VFX ആർട്ടിസ്റ്റ് ഇത് ഫേമസ് ആണ് പുള്ളി. എനിക്ക് പേര് വിട്ടുപോയി. അപ്പോൾ അതുപോലെ അത്രയും വലിയ ഹോളിവുഡിലൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കുന്ന ടെക്നീഷ്യനെ ഇവിടെ കൊണ്ടുവന്ന് ഈ സിനിമയിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ ഒരു മിസ്റ്റേക്കും ആ ഒരു സാധനം വരാൻ പാടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ബജറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും വരാൻ പാടില്ല. എനിക്കിത് ഫീൽ ചെയ്തു. ഐ ഡോണ്ട് നോ വൈ. മേ ബി എൻ്റെ കുഴപ്പമായിരിക്കും, പക്ഷേ എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങളെപ്പോലെ ആർക്കെങ്കിലും ഇത് ഫീൽ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും ഡു കമൻറ്റ് ആവും. ഡയറക്ടറും ടീമുകളും ഒക്കെ ഇത് 4000 കോടി മുടക്കിയെടുക്കുന്ന സിനിമയാണ്. അപ്പോൾ അത്രയും ലെവൽ കൂട്ടിയാണ് ആക്ച്വലി ഇവർ ഈ സാധനത്തെ പറ്റി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേക്കുന്നത്. ഇതിനകത്ത് അങ്ങനത്തെ സാധനമാണ്. ഇപ്പോൾ 4000 കോടി നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. സോ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം. അപ്പോൾ ട്രെയിലറിനകത്ത് എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കല്ലിടിച്ചു. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കങ്ങനെ തോന്നി. മേ ബി ഞാൻ പറഞ്ഞല്ലോ, സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് ആസ്വദിക്കുമ്പോൾ സിനിമ കാണുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വിസ്മരിച്ച് പോകുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. കൽക്കിക്കകത്ത് വന്നേക്കുന്ന കുറേ സീനുകളും കുറേ സാധനങ്ങളൊക്കെ ആക്ച്വലി ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. നല്ലതായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും ആയിട്ടുള്ള സിനിമയല്ല കൽക്കി, ബട്ട് എങ്കിൽ പോലും കൽക്കിയിലെ കുറേ ആ ഒരു മഹാഭാരതത്തിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ കാണിക്കുന്നതൊക്കെ. അതും അതിൽ ആക്ച്വലി അശുദ്ധമാവിൻ്റെയോടുള്ള ഫൈറ്റും CG ആണ് കംപ്ലീറ്റ്ലി. അത് വേറെ ബോഡി ഡബിൾ ആണ്. അമിതാഭ് ബച്ചൻ ഒരിക്കലും അത്രയും ചെയ്യാൻ പറ്റില്ല. ഹൈറ്റ് കൂടിയ സാധനങ്ങൾ അങ്ങനെ അതൊന്നും എനിക്ക് അങ്ങനെ അത്രയും ഒരു ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് അത് ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറേ സാധനങ്ങൾ അങ്ങനെ ഫീൽ, കുറേ സ്ഥലങ്ങളൊക്കെ ഒരു ഇത്രയും ബജറ്റ് 4000 കോടിക്കകത്ത് ഈ ബജറ്റ് ഇട്ടിരിക്കുന്ന സാധനങ്ങൾ വന്നു എന്നൊരു ഫീൽ. ഐ ഫീൽ ലൈക്ക് ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ്. ഐ ഡോ നോ വൈ, ബട്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. രാമൻ്റെ കഥയാണ്, ആൾക്കാരെ കയറി കാണും. ഇതിനൊരു കൾട്ട് ടീമുണ്ട് ഇവിടെ. ഇന്ത്യ അറിയാമല്ലോ, ഇറ്റ്സ് ഇന്ത്യയിലെ ചരിത്ര പുരുഷനാണ്. GS-നെയും അല്ലെങ്കിൽ തോറിനെയൊക്കെ പോലെയുള്ള കഥാപാത്രം അവർക്ക് ദൈവങ്ങളായിട്ട് അവർ മാർവല്ല ക്യാരക്ടറായിട്ട് മാറിയെങ്കിലും ഇവിടെ ദൈവമാണ്. രാമൻ ഈസ് ഗോഡ്. ഇത് ലിറ്ററലി ഗോഡാണെന്ന് വിശ്വസിക്കുകയും ലിറ്ററലി ഇതിനു വേണ്ടി അമ്പലങ്ങളും അല്ലെങ്കിൽ അത് രാമൻ എന്ന് പറയുന്നത് അങ്ങനെ രാമനാമം ജപിക്കുന്ന ആൾക്കാരുള്ള നാട്ടിൽ ഇതൊരു വെറും ദൈവത്തിൻ്റെ സാധനം മാത്രമല്ല. നമ്മളെ കൊച്ചിയിൽ നമ്മൾ സിനിമകളിൽ കാണാറില്ല, അല്ലെ TV കാണാറില്ലേ, അതിനകത്ത് രാമൻ്റെയും ഹനുമാൻ്റെയും ശിവൻ്റെയും ഒക്കെ കഥകൾ കണ്ടു വന്ന ഒരു കൾച്ചറുള്ള നാട്ടിനകത്ത് രാമായണം അല്ലെങ്കിൽ ഈ പറയുന്ന മഹാഭാരതമൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കേസിന് ഉദാഹരണങ്ങൾ നമുക്കിവിടെ ഒരുപാട് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു കൾട്ട് സാധനമാണ് അതിനകത്ത്. അപ്പം ഇത് എത്രത്തോളം ഭംഗിയാക്കി അവർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കി തന്നെ ഈ രാജ്യത്ത് ഇത് ചെയ്യും. ഈ രാജ്യത്തിന് അതിനകത്ത് സപ്പോർട്ട് കിട്ടും. മേ ബി എത്ര അവാർഡൊക്കെ ഈ സിനിമ കിട്ടുമെന്ന് കണ്ടറിയാം. നാഷണൽ അവാർഡ് മേ ബി രാമനായിട്ട് അഭിനയിച്ചതിന് ഇനി രൺബീറിന് കിട്ടും. ഈ സിനിമയ്ക്ക് എത്രത്തോളം അവാർഡുകൾ കിട്ടും എന്നൊക്കെ ഇനി നമ്മൾ കണ്ടറിയണം. ആലയ ആക്ച്വലി രാമനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹി ഡിഡ് ഇറ്റ് വെൽ. അത് ആക്ച്വലി ഞാൻ അതിൻ്റെ സിനിമ ഞാൻ പിന്നീട് ട്രോളുകളുടെ ഇടയിലാണ് ആ സിനിമയുടെ സാധനം കണ്ടത്. പക്ഷേ എന്നിട്ട് ഞാൻ സിനിമ പോയി കണ്ടു. അതിനകത്ത് ആക്ച്വലി ഇയാൾ ഭയങ്കര രസോട് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഒരു രൂപവും ആ ഒരു അഭിനയവും അയാൾ ഈസ് എ ഗുഡ് ആക്ടർ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ സാധനം കണ്ടപ്പോഴാണ്. ആക്ച്വലി നമ്മൾ ഇയാളുടെ ഈ പൊളി സാധനങ്ങൾ ഈ അടിച്ചു പറത്തലും പൊക്കലും ട്രോളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അയാൾക്കുള്ളിലൊരു നടനുണ്ട്. അയാളുടെ പ്രൈം ടൈമിൽ അയാൾ പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ രാമനായിട്ട് അയാൾ നല്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത്ര പോലെ എനിക്ക് എനിക്ക് ഇൻറ്റൻസിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ട്രെയിലർ കണ്ടപ്പോൾ. മേ ബി എനിക്ക് വരുമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ട്രെയിലർ റിലീസാണ്. ഇതൊരു ഫൈനൽ ഡ്രാഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും മേ ബി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്ക് തിരുത്താനുള്ള സമയമുണ്ട്. ഔട്ട് വരുമ്പോഴത്തേക്കും റീഷൂട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ഇതിനകത്ത് VFX അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണമെങ്കിൽ ദേ ഹാവ് ടൈം. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ആക്ച്വലി ഇതെന്ത് സാധനോടെ ഇതെന്തോ ഇത് മറ്റേ ഐസേജ് സിനിമയ്ക്കകത്ത് കയറാൻ മറ്റേ ടൈഗറാ പല്ലുള്ള സേബട്ട് കൊടുത്താടെ സാധനം. അത് രാമായണത്തിനകത്ത് അങ്ങനെ ഒരു ജീവിയുണ്ടാ എനിക്ക് മനസ്സിലായില്ല. അത് മേ ബി മിത്തിക്കൽ ക്രീച്ചേഴ്സും മിത്തിക്കൽ ക്യാരക്ടേഴ്സും ഒക്കെ ആ സമയത്ത് രാമൻ്റെ കഥ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നിരിക്കുക. പക്ഷെ അതൊക്കെ ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തന്നെ ഇതൊരു റിയാലിറ്റിയുടെ ടച്ച് ഇല്ല ഇതിന്. അതിനൊരു ഞാൻ പറയാം ലോജിക്ക് ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മേ ബി നിങ്ങൾക്ക് അങ്ങനെ ജഡായി ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ സാധനങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാലും ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ജീവി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3000, 4000, 5000 വർഷങ്ങൾക്ക് പുറകിലുള്ളൊരു കഥയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അല്ലെങ്കിൽ പോട്ടെ ഒരു 10000 വർഷങ്ങൾക്ക് മുമ്പ് കഥ അത് ഐസേജൊക്കെ എത്രയോ കാലം മുമ്പുള്ളൊരു സാധനമാണ്. സോ ഡസന്റ് മേക്ക് സെൻസ്. ഒരു ലോജിക്കിനകത്ത് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നും. ബട്ട് ഇത് ക്രിയേറ്റീവ് ഫ്രീഡം. നമുക്ക് സിനിമയ്ക്കകത്ത് നമ്മുടെ ക്രിയേറ്റീവ് ഫ്രീഡം എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. ക്യാരക്ടർ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാസ്റ്റിങ്ങിനകത്തൊക്കെ ഒരുപാട് ഡയറക്ടറിൻ്റെ ഫ്രീഡം ഉണ്ടായിരിക്കും. സോ ബട്ട് സ്റ്റിൽ ലൈക്ക് ഇത്രയും സാധനങ്ങൾ അടിപൊളി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ 1-2 സാധനങ്ങളൊക്കെ
അറിയില്ല എങ്ങനെ അത് ഇതാവുന്നു. ഞാനിതൊക്കെ ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. അത് ഇപ്പം ഞാൻ ഒരുപാട് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിനെപ്പറ്റി ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. സോ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അത് ബട്ട് നിങ്ങളെല്ലാവരും ട്രോളി ഒരു സാധനമാണ്. ആക്ച്വലി പേഴ്സണൽ വ്യൂ ആണ് എൻ്റെ. സായി പല്ലവി ഈസ് ആക്ച്വലി ആപ്റ്റ് ഫോർ ദിസ് ക്യാരക്ടർ. ഐ തിങ്ക് ലൈക്ക് ഷീ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. സായി പല്ലവിയുടെ ആക്ടിങ്ങിനെ പറ്റിയോ ഡാൻസിനെ പറ്റിയോ ഒന്നും പിന്നെ നമുക്ക് പേഴ്സണലി മലയാളികൾക്ക് ആക്ച്വലി പ്രേമം സിനിമയിൽ വന്ന നമ്മൾ ടീച്ചറായിട്ടാണ് നമ്മൾ സായി പല്ലവിനെ ആദ്യം കാണുന്നത്. സൗന്ദര്യത്തിൻ്റെ ഒരു സങ്കല്പം ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് സീത എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ടെലിവിഷനായിട്ട് കണ്ടു വന്നൊരു സീത ഭയങ്കര സുന്ദരിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഈവൻ എങ്ങനെയാണ് സീതനെ വർണ്ണിച്ചിരിക്കുന്നതോ വാൽമീകി വർണ്ണിച്ചിരിക്കുന്നതോ അല്ല ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അതിനൊരു രണ്ട് അർത്ഥമുണ്ട് ആക്ച്വലി. അതിനകത്ത് ബാഹ്യമായ സൗന്ദര്യവും ആന്തരികമായ സൗന്ദര്യവും നമ്മൾ രണ്ട് തലത്തിലാണ് ആക്ച്വലി ഇതിനകത്ത് ഈ വാൽമീകി രാമായണത്തിൽ അത് വർണ്ണിച്ചിരിക്കുന്നത്. സോ അപ്പോൾ സീതയായിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു വൈറ്റ് സുപ്രീമസിയിലുള്ള അല്ലെങ്കിൽ ഒരു മോഡേണിസത്തിലുള്ള ഒരു സീത അല്ല ആക്ച്വലി സായി പല്ലവിയുടെ കഥാപാത്രത്തിന് അവർ കൊടുത്തേക്കെന്ന് എനിക്ക് തോന്നുന്നു. ഫോർ ദാറ്റ് ക്യാരക്ടർ ആക്ച്വലി സായി പല്ലവി നല്ല തന്നെയാണ്. സായി പല്ലവി ഒരുപാട് അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നൊരു വ്യക്തി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. നാച്ചുറലായിട്ട് തന്നെ ഇരിക്കാനാണ് സായി പല്ലവി ശ്രമിക്കാറുള്ളത്. ആക്ടിംഗ് വൈസ് സായി പല്ലവിനെ നമ്മൾ ആരും ഈ ഷീസ് എ ഗുഡ് ആക്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഡാൻസറാണ്. സോ ടാലൻ്റ് ആണ്. പിന്നെ ഈ കാണുന്ന ഒരു സൗന്ദര്യ സങ്കല്പം ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറാത്തൊരു ജനവിഭാഗം ഉള്ളത് കൊണ്ട് അവരിതിനെ ട്രോളും. എന്തിനാണ് ഈ ട്രോൾ? രാവണൻ എന്തിനാണ് സീതയെ അബ്ഡക്ട് ചെയ്ത് കൊണ്ട് പോകുന്നതെന്നുള്ളൊരു ബേസിക് നോളജിൽ ഒരുപാട് വൾഗർ ട്രോൾ കണ്ടിട്ടുണ്ട്. ബോഡി ഷേമിങ് ഉള്ള ട്രോൾ കണ്ടിട്ടുണ്ട് ഞാനകത്ത്. ഒരു ട്രോൾ ഇങ്ങനെയായിരുന്നു. അതിനകത്ത് സായി പല്ലവിനെ കടത്തിക്കൊണ്ട് വരാനായിട്ട് രാവണൻ കടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും സായി പല്ലവിയുടെ മുഖം കാണിച്ചിട്ട് താഴെ പറഞ്ഞു ഇതിനെ കടത്തിക്കൊണ്ട് പോകാനാണ് അവിടെ രാവണ എന്നൊക്കെ നീ ഇത്രയും കഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞൊരു ട്രോൾ ഞാൻ കണ്ടു. സോ അത് ലൈക്ക് ഇത് ഭയങ്കര മോശമായിട്ടൊരു ട്രോളാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞത് കാരണം അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിയില്ല ഈ ആൾക്കാർക്ക്. എങ്ങനെയാണ് രാവണൻ എന്തിനാണ് ഈ സീതയെ കൊണ്ടുപോയത് എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് ആൾക്കാർക്ക് അറിഞ്ഞിടത്ത് കൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് സൗന്ദര്യം ലങ്കയ്ക്ക് അലങ്കാരമായിട്ടാണ് കൊണ്ടുപോകണമെന്ന് പറയുന്നതല്ല. അതിനകത്ത് വേറൊരു ശൂർപ്പണകയുടെ മൂക്ക് കട്ട് ചെയ്തതിനുള്ള പ്രതികാരവും ഈഗോയും കോംപ്ലക്സും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടിട്ടുള്ളൊരു സാധനമാണ് ഇതൊരു റീജൻ കൂടെയാണ്. ഇതിൻ്റെ റീസൺ ഉണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്. അല്ല ചുമ്മാ ഒരു സൗന്ദര്യ വസ്തുവിനെ എടുത്തുകൊണ്ട് പോകുന്നതല്ല. സൗന്ദര്യം ഈസ് ദെയർ. ആ ഒരു സൗന്ദര്യം ഒരു കാമായിട്ടുള്ള ഫേസ്, ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നസെൻറ്റ് ഫേസ് ആയിട്ടുള്ളൊരു സാധനം സായി പല്ലവിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സായി പല്ലവി ആ ചെയ്തേക്കുന്ന കഥാപാത്രം ഭയങ്കര ഒരു ഓവർ പവറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫ്ലാഷ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മാലയും മോദമൊക്കെ ഇട്ട് അങ്ങനെ ഒരു സാധനം മേ ബി അതിനകത്ത് സിനിമയ്ക്കകത്ത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ സാധനം. പക്ഷേ അവരുടെ സൗന്ദര്യം ഈസ് ലൈക്ക് ഒരു നാച്ചുറലി ഒരു ഭംഗിയുള്ളൊരു സ്ത്രീയാണ് അവർ. ആ സീതയ്ക്കായിട്ടുള്ള കഥാപാത്രം നമ്മളതിന് സമയം കൊടുക്കും. നമ്മളെ സിനിമയിൽ കാണുമ്പോൾ മേ ബി തിയേറ്ററിൽ പോയി നമ്മൾ കാണുമ്പോൾ മേ ബി നമ്മൾ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയാം. അവർ അഭിനയം കൊണ്ട് അവർ മികച്ചതായിരിക്കാം. സൗന്ദര്യ സങ്കല്പങ്ങൾ എപ്പോഴും നമ്മൾ ഒരു ടിപ്പിക്കൽ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ അതിനെ കണ്ടു വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അതിന് നമ്മളൊരു കൊട്ടേഷനകത്തൊരു സൗന്ദര്യം വെച്ചിട്ടുണ്ട് സീത ഇങ്ങനെ ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ആക്ച്വലി അവരെ മോശമായിട്ട് കാണുന്നത്. അതല്ലാത്ത പക്ഷം നമുക്ക് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എനിക്കതിൻ്റെ ഒരു മോശമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ആക്ച്വലി എനിക്ക് മിസ്കാസ്റ്റായിട്ട് തോന്നിയത് ഒരു രാമനായിട്ടുള്ള രൺബീറിൻ്റെ കഥാപാത്രമാണ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. പുള്ളിക്കാരെ വേറെ രീതിയിലുള്ള മുഖം എനിക്കറിയില്ല. ഇനി സിനിമ കാണുമ്പോഴേ എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാവുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെയാണ്. ഇപ്പോൾ സായി പല്ലവി ആക്ച്വലി ഭയങ്കര ജോ ലൈനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സീതയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര അതൊന്നും വേണ്ട. നമുക്ക് ഈ പറയുന്നൊരു കാംനെസ് അല്ലെങ്കിൽ സീതയ്ക്ക് വേണ്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരാളായിട്ട് മാത്രമായിരിക്കണം അവർ കണ്ട സീതയെ അവർ കണ്ട കാസ്റ്റിങ്ങിനകത്ത് സീത ആക്ച്വലി ഈസ് ലൈക്ക് സായി പല്ലവിയാണ് അവരുടെ സീതയെങ്കിൽ ആ സീതയ്ക്ക് വേണ്ട ക്വാളിറ്റീസ് എല്ലാം സായി പല്ലവിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ അത് നമ്മൾ ഇനി സിനിമയിൽ കാണുമ്പോൾ അവരുടെ ആക്ടിങ് ബേസും ബാക്കിയുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്കത് വ്യക്തമാകുമായിരിക്കും. സോ ഗിവ് ഔട്ട് സം ടൈം. അത് കഴിയുമ്പോൾ നമുക്കത് അതിനെപ്പറ്റി നമുക്ക് ജഡ്ജ് ചെയ്താൽ പോരെ എന്നാണ് എൻ്റെ അഭിപ്രായം. അനാവശ്യ ട്രോളുകളും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതിനകത്ത് രാവണനായിരിക്കും രാമനേക്കാളും കുറച്ചുകൂടി ഒരു സ്ക്രീൻ സ്പേസും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന രാവണനെ ആയിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം യാഷീസ് അറിയാമല്ലോ, യാഷിൻ്റെ ഒരു ഓറയൊന്നും രൺബീറിനില്ല, അയലോകത്ത് പോലും ഇല്ല. യാഷ് വന്ന് നിൽക്കുമ്പോഴുള്ള സ്ക്രീൻ പ്രസൻസും ആ ഒരു സാധനമൊക്കെ ആനിമലാണ് ആക്ച്വലി രൺബീറിനെ നിങ്ങൾ നോക്കുക. ആ ഒരു മാൻലി സാധനങ്ങൾ കാണിക്കുന്നത്. ബട്ട് ഇതിനകത്ത് രാമൻ ആക്ച്വലി അങ്ങനെ അല്ല. രാമൻ അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. പക്ഷേ രാമനൊരു ഓറയുണ്ട്. സോ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മേ ബി രാവണൻ തന്നെ ആയിരിക്കും ആഘോഷിക്കപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ സീതനെ കൊണ്ടുപോകുന്നു, രാവണൻ വരുന്നു, ആ ഒരു സാധനം ഇതൊരു ലോങ് ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് ഏകദേശം ഒരു വർഷം എത്രത്തോളം എന്തോ എടുത്തിട്ടാണ് ഇത് ആക്ച്വലി ഈ ഒരു ടൈം പീരീഡിനകത്താണ് ഇതെല്ലാം ചെയ്യുന്നത്, സീതനെ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ. സോ അപ്പോൾ ആ ഒരു സ്റ്റോറി അതിന് ഇൻ ബിറ്റ്വീനിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ അത്രയും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. മേ ബി അതിനകത്ത് നമ്മൾ ഇതുവരെ കാണാത്തൊരു വിഷ്വലൈസേഷൻ രാവണൻ്റെയും രാമൻ്റെയും പെർസ്പെക്റ്റീവിൽ നിന്നുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ 2 പാട്ടുള്ളത് കൊണ്ട് മേ ബി രസമായിരിക്കും. മേ ബി ഫസ്റ്റ് പാർട്ടിൽ മൊത്തം രാവണൻ്റെ
ജയവും രാവണൻ്റെ ആ ഒരു ഭയങ്കര സാധനങ്ങളും കാണിച്ചിട്ട് സെക്കൻഡ് പാർട്ടിൽ രാവണൻ തോക്കുന്ന ഒരു സാധനം ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ നോക്കിയിരിക്കുന്നത്. സോ അതെന്താണെങ്കിലും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഇതുവരെ രാമായണത്തിൽ നിന്ന് കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിത്ത് ഗുഡ് VFX ആൻഡ് ഗുഡ് ആക്ടിങ് ആൻഡ് ഗുഡ് മ്യൂസിക്. വെറും ചപ്പിളി സാധനം ആയി പോകരുത്, ഇത്രയും ബജറ്റുള്ള സാധനമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്ന് എനിക്ക് അറിയാൻ പറ്റി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. സോ അപ്പോൾ അത്രേ ഉള്ളായിരുന്നു ഗൈസ്. നമുക്ക് നല്ലൊരു റോസ്റ്റ് വീഡിയോയുമായി അല്ലെങ്കിൽ നല്ലൊരു റിവ്യൂ ആൻഡ് റാൻഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.